മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. ബീഹാറിലെ യുപിയിലെ അഹങ്കാരം അവരുടെ ആൾക്കാർ അവർ വീട്ടിൽ കാണിച്ചാൽ മതി. ഇവിടെ UDF കൗൺസിലേഴ്സിന്റെ സ്ത്രീകളുടെയും കൗൺസിലേഴ്സും നിങ്ങളുടെ രക്ഷാന്ന് പേടിക്കണയാണ് വിചാരിക്കണമെന്നും അവന്റെ വീട്ടിൽ കാണിച്ചാൽ മതി. അവന്റെ സംസ്കാരം അവനാണ് അവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. മനഃപൂർവ്വം അജണ്ട പാസ്സാക്കാതെ നമ്മളത് കണ്ടുപിടിച്ച് വളരെ ബുദ്ധിപരമായ അറ്റൻഡൻസ് മാർക്ക് ചെയ്തപ്പോൾ ആ അറ്റൻഡൻസ് ബുക്ക് കൂടെ കീറണം. അപ്പൊ ഇവിടെ വഴക്കുണ്ടാക്കിയതിന്റെ ഭാഗമായി ആ വഴക്കിനുള്ള അറ്റൻഡൻസ് ബുക്കും കീറിയിട്ടുണ്ട്. അപ്പൊ നാളെ കോടതിയിൽ പോയാൽ സുഗതൻ ഒപ്പിട്ടോ ഇല്ലെന്ന് അറിയാൻ പറ്റത്തില്ല. വളരെ ബുദ്ധിപരമായിട്ടുള്ള പ്ലാനാണ്. അതൊന്നും ഈ നടക്കത്തൊന്നുമില്ല. ഇവന്റെ ഉണ്ടായ അവന്റെ വീട്ടിലും അവന്റെ പാർട്ടി ഓഫീസിലും ഇവിടെ കോൺഗ്രസ് പറയേണ്ടതാണ്. പക്ഷെ നമ്മള് നേരുള്ള ആൾക്കാർ. നിങ്ങൾ കേട്ടില്ലേ, ബീഹാറിലെ UPയിലേക്ക് അഹങ്കാരം അവിടെ വെച്ചാ മതി, BJPക്കാരോടാണ് വീട്ടിൽ വെച്ചാ മതി എന്നൊക്കെയാണ് ശബരിനാഥൻ ഉളുപ്പില്ലാതെ വിളിച്ചു പറയുന്നത്. ശബരിനാഥ, ഇത് ബീഹാറിലെയോ മറ്റെവിടെയെങ്കിലുമുള്ള അഹങ്കാരമാണോ മലയാളികൾ ഈ കണ്ടോണ്ടിരിക്കുന്നത്? പുതിയ ശിവൻകുട്ടിയാ ഇപ്പൊ ഈ ശബരിനാഥർക്ക് കുറച്ച് നിലവാരമുണ്ട് എന്ന് മലയാളികൾ കരുതിയിരുന്നു. അത് ഇന്നത്തോടുകൂടി അങ്ങ് തീർന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ എതിർ പാർട്ടിയിലെ ആളുകളുടെ വീട്ടുകാരെയൊക്കെ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളൊക്കെ വീട്ടുകാരുടെ തണലിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഇത്തരത്തിലെത്തിയത് കൊണ്ട് മാത്രമാണ്. അതൊക്കെ മലയാളികൾക്കറിയാം. ഈ ശബരിനാഥൊക്കെ വീട്ടുകാരുള്ളത് കൊണ്ട് മാത്രമാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്ന്. എന്നാൽ മറുഭാഗത്ത് BJPയില് VV രാജേഷ് മുതൽ ഓരോ ആളുകളും കേരളത്തിൽ ഒരു അധികാരം പോലുമില്ലാത്ത കാലം മുതൽ പൊതുപ്രവർത്തനം നടത്തി മുന്നോട്ട് പോകുന്ന ആളുകളാ. അവരെയാ നിങ്ങളൊക്കെ വീട്ടുകാരുള്ളത് കൊണ്ട് മാത്രം പൊളിറ്റിക്സിൽ ഇറങ്ങിയത് കൊണ്ടാ മറ്റുള്ളവരുടെ വീട്ടുകാരെയൊക്കെ തോന്നിയതുപോലെ വിളിക്കുന്നത് എന്നൊക്കെ ബോധമുള്ള മലയാളികൾ തിരിച്ചറിയുന്നുണ്ട്. ശബരിനാഥന്റെ അതേ നിലവാരത്തിൽ മറുപടി പറയാൻ ഇവിടുത്തെ BJPക്കാർക്കറിയാം. അത് അവരുടെ നിലവാരം കൊണ്ടത് പറയാതിരിക്കുക. പിന്നെ ബീഹാറിലെ മറ്റെവിടെയുള്ള അഹങ്കാരം എന്നൊക്കെ പറയുന്നില്ലേ, യഥാർത്ഥത്തിൽ ആരാണ് ഇവിടെ അഹങ്കാരം കാട്ടിയത്? കേരളത്തിൽ 100-ലധികം സീറ്റോടുകൂടി UDF അധികാരത്തിലെത്തിയത് മുതലല്ലേ ഈ പറയുന്ന ശബരിനാഥനൊക്കെ പത്തിപൊക്കി രംഗത്തെത്തിയത്? ഈ UDF 100-ലധികം സീറ്റ് പിടിച്ച് കേരളത്തിൽ അധികാരത്തിലെത്തുന്നത് വരെ ഇവർ കാത്തിരുന്നതല്ലേ അഹങ്കാരം കാട്ടാൻ, അധികാരത്തിന്റെ തിണ്ണവിടക്ക് കാട്ടാൻ. ഇതൊക്കെ മലയാളികൾ എന്താ പൊട്ടന്മാരാണ് എന്നാണോ ശബരിനാഥൻ കരുതുന്നത്? എന്നിട്ട് ബീഹാർ മറ്റെവിടെ സ്ഥലം എന്തിനാണ് ശബരിനാഥ സ്വയം നിലവാരമില്ലാതെ ഇങ്ങനെ തകർന്ന് തരിപ്പണമാകുന്നത്? നിങ്ങൾ കാട്ടിയിട്ടുള്ളത് കേരളത്തിൽ 100-ലധികം സീറ്റ് നിങ്ങൾ പിടിച്ചതിന്റെ അഹങ്കാരമാണ്. തെരുവ് ഗുണ്ടയെ പോലെ ശബരിനാഥൻ ഇന്ന് ഈ പറയുന്ന കൗൺസിലിൽ പെരുമാറിയിട്ടുള്ളത് എന്നൊക്കെ ബോധമുള്ള സകല മലയാളികളും തിരിച്ചറിയുന്നുണ്ട്. മറ്റൊരു ഭാഗം കൂടി ഇവിടെ കൊടുക്കാം. ശബരിനാഥൻ ഉളുപ്പില്ലാതെ പച്ചക്കള്ളം പറയുന്നത് നിങ്ങളത് കേട്ടു നോക്കൂ. ഇന്ന് ബഹുമാനപ്പെട്ട മേയറിന്റെ BJPയുടെയും ഒരു അതിബുദ്ധിയായിരുന്നു ഇന്ന് ഇവിടെ കൗൺസിൽ നടക്കുന്നത് രേഖപ്പെടുത്തൽ എന്നുള്ളത്. ആ രേഖപ്പെടുത്തലാതിരിക്കാൻ വേണ്ടി അവർ ചെയ്തത്, അവർ ഓടി വന്ന് കൗൺസിൽ നടന്നതായി പ്രഖ്യാപിച്ചു. കൗൺസിൽ ബുക്കിൽ ഒപ്പിട്ടില്ല. ഇത് മനസ്സിലാക്കിയ UDF അംഗങ്ങൾ കൗൺസിൽ ബുക്കിൽ ഒപ്പിട്ടപ്പോൾ പ്രകോപിതനെ ഓടി വന്ന ചെമ്പഴന്തി ഉദയൻ എന്ന 3rd റേറ്റ് റാസ്കൽ, അവൻ ഈ കോർപ്പറേഷന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. ഞാനടക്കമുള്ള ആൾക്കാരെ പിടിക്കുകയും വനിതാ കൗൺസിലർമാരുടെ നിന്ന് ആ മിനിറ്റ്സ് ബുക്ക് പിടിച്ചു ചെയ്തു. അവരുടെ പ്ലാൻ സുഗതനെ രക്ഷിക്കാൻ വേണ്ടിയാണ്. മിനിറ്റ്സ് ബുക്കിൽ നമ്മൾ ഒപ്പിട്ടാൽ അവരുടെ കാര്യം മനസ്സിലാവും. എന്നിട്ട് വനിതകളായിട്ടുള്ള ആൾക്കാരോട് പറഞ്ഞ അസഭ്യം ചൂടുവെള്ളം എടുത്ത് ഒഴിക്കുകയാണ്. അവരൊക്കെ അതിന് വീട്ടിൽ കാണിക്കാം. അവരുടെ ആ സംസ്കാരം ഇവിടെ നമ്മളൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നമ്മുടെ പെങ്ങന്മാരത്ത് നമ്മൾ ഉണ്ടായിരിക്കുമോ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യമായിട്ട് അവരുടെ വീട്ടിൽ ഇരുന്നോണം, പാർട്ടി ഓഫീസിന് ശാഖയിൽ ഇരുന്നോണം. ഇവിടെ വന്ന് നമ്മുടെ പെങ്ങന്മാരെ അടിക്കാൻ വന്നാൽ, കയറി പിടിക്കാൻ വന്നാൽ അതിന് എല്ലാവരും നിയമ നടപടി നമ്മൾ മുന്നോട്ട് പോകുകയാണ്. ശബരിനാഥനൊന്നും നാണമില്ലേ? സകല പ്രമുഖ മാധ്യമങ്ങളും കണ്ണു തുറന്നു നിൽക്കുന്ന ഒരു സ്ഥലത്ത് സ്ത്രീകളെ എന്തോ നാണല്ലേ? ഇതുപോലെ പച്ചക്കള്ളം ഉളുപ്പില്ലാതെ ശബരിനാഥിന് വിളിച്ചു പറയാന്. പിന്നെ BJP അതിബുദ്ധി കാണിച്ചു എന്നൊക്കെ. BJP അതിബുദ്ധി കാണിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ശബരിനാഥിന്റെ നെറികേട് കൊണ്ട് തന്നെയല്ലേ? നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിട്ടുണ്ട്, ശബരിനാഥനെ കൊണ്ടോ UDFനെ കൊണ്ടോ LDFനെ കൊണ്ടോ BJPയോട് മുട്ടി പരാജയപ്പെടുത്താനൊന്നും സാധിക്കൂല. നിങ്ങൾ ഏതായാലും ശബരിനാഥനൊക്കെ ഇന്നും ഒപ്പമുള്ള കൗൺസിലർമാരെങ്കിലും ഇപ്പോ ഒപ്പമുണ്ട് എന്ന് സമാധാനിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ BJP അതിബുദ്ധി എന്തുകൊണ്ട് കാണിക്കേണ്ടി വന്നു? ഇതൊക്കെ പറയാൻ ശബരിനാഥന് എന്തെങ്കിലും അർഹതയുണ്ടോ?
ശബരിനാഥനൊക്കെ എത്ര വലിയ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യല തലസ്ഥാന നഗരിയിൽ നടത്തിയിട്ടുള്ളത്. വെറും 20 കൗൺസിലർമാരുള്ള ശബരിനാഥൻ എങ്ങനെ അവിശ്വാസ പ്രമേയൊക്കെയായിട്ട് രംഗത്ത് വരിക? 34 കൗൺസിലർമാരുടെ എണ്ണം വേണ്ടേ? അതില്ല. വെറും 20 കൗൺസിലർമാരുമായിട്ട് അതികുതന്ത്രം ഉപയോഗിച്ച് BJP വലിച്ചങ്ങ് പുറത്തിടാമെന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളെക്കാൾ അതിബുദ്ധി BJP ഇവിടെ കാണിക്കും. പച്ചക്ക് പറയാ, വിവേകമുള്ള മലയാളികൾക്ക് പറയാനുള്ളത് അത് തന്നെയാ. ശബരിനാഥനൊക്കെ എന്താ കരുതിയത്? കേരളത്തിൽ അങ്ങ് അധികാരം കിട്ടി 100-ലധികം സീറ്റ് കിട്ടിയപ്പോഴേക്ക് BJP തലസ്ഥാന നഗരിയിലെ ഭരണത്തെ, ജനങ്ങൾ തിരഞ്ഞെടുത്ത BJP ഭരണത്തെയൊക്കെ അങ്ങ് മൂക്കിൽ കയറ്റാമെന്നോ? അതൊന്നും നടക്കില്ല ശബരിനാഥ. പിന്നെ മേയർ ഒരു കൃത്യമായ രാഷ്ട്രീയം കൂടി ഇന്ന് കൗൺസിൽ മീറ്റിംഗില് മുന്നോട്ട് വെച്ച് യഥാർത്ഥത്തിൽ ശബരിനാഥിന്റെ, കോൺഗ്രസിന്റെ, UDF-ന്റെ മണ്ടക്ക് തന്നെയല്ലേ ആ കൊട്ടും കെട്ടിയിട്ടുള്ളത്. മേയർ കൃത്യമായിട്ട് KM ഷാജി പ്രധാനമന്ത്രി ഉണ്ടാക്കിയിട്ടുള്ള വീടുകളെ കുറിച്ച്, എംബ്ലത്തെ കുറിച്ചൊക്കെ പറഞ്ഞ് കൃത്യമായിട്ടൊരു വീഡിയോ വെച്ച് മുന്നോട്ടങ്ങ് കാണിച്ചില്ലേ സകല മാധ്യമങ്ങൾക്ക് മുന്നിലോ. ഇന്ന് കോൺഗ്രസ് നെറുകേടുമായിട്ട്, UDF നെറുകേടുമായിട്ട് കോർപ്പറേഷൻ ഭരണത്തെ അട്ടിമറിക്കാനൊക്കെ ശ്രമവുമായിട്ട് കൗൺസിലിലേക്ക് എത്തുമ്പോ മേയർ VV രാജേഷ് വേട്ടുകാരുടെ തണലിലല്ല, വേട്ടുകാരുണ്ടായത് കൊണ്ട് മാത്രം മേയറായതല്ല, കൃത്യമായിട്ട് ജനങ്ങൾക്കിടയിൽ ചെറുപ്പം മുതൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന്റെ മിടുക്ക് ഇന്ന് മേയർ കാണിച്ചു. KM ഷാജിയുടെ, UDF മന്ത്രിയുടെ വീഡിയോ എടുത്തുകൊണ്ട് പ്രധാനമന്ത്രിയെ പ്രശംസിക്കുന്നത് അങ്ങ് മുന്നോട്ട് വെച്ചില്ലേ. ഇതൊക്കെ തന്നെയാ ശബരിനാഥനും കോൺഗ്രസിനും കിട്ടിയിട്ടുള്ള ഇന്നത്തെ ഏറ്റവും വലിയൊരു അടി എന്ന് പറയുന്നത്. ഏതായാലും ഇടതുപക്ഷം ശബരിനാഥിനൊപ്പം ചേർന്ന്, ഈ പറയുന്ന കോൺഗ്രസിനൊപ്പം ചേർന്നൊരു അവിശ്വാസ പ്രമേയത്തിനൊന്നും വന്നിട്ടില്ല. പിന്നെ എങ്ങനെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാലും എങ്ങനെ തകർത്തിടാമെന്നാണ് ഇവർ കരുതുന്നത്? ഒരിക്കലും അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് തിരുവനന്തപുരത്തെ ഭരണത്തെ അട്ടിമറിക്കാൻ സാധിക്കില്ല എന്ന് വിവേകമുള്ള ആരെങ്കിലും ഒക്കെ കോൺഗ്രസിൽ ഉണ്ടെങ്കിൽ ഈ ശബരിനാഥിനൊന്നു പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൂ. ഇത് അധികാരത്തിൽ മുഖ്യമന്ത്രിയുടെ എന്തോ പദവിയൊക്കെ ഉണ്ട് എന്നാണ് ഒരു സമയത്ത് വാർത്ത കണ്ടത്. അത് ഇപ്പൊ ഉണ്ടോ ഇല്ലേ എന്നൊന്നും അറിയില്ല. ഏതായാലും അധികാരത്തിന്റെ തിണ്ണമെടുക്കുമായിട്ട് BJP തലയിലേക്ക് ഓടി വന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ശബരിനാഥൻ കൃത്യമായിട്ട് ഇന്നങ്ങ് തിരിച്ചറിഞ്ഞില്ലേ. എന്ത് സംഭവിച്ചോ? നാളം കെട്ടിലെ കോൺഗ്രസ് ഇന്ന് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യലാണ് കോൺഗ്രസിന്റെ ഏർപ്പാട് എന്നുള്ളത് കേരള ജനത തിരിച്ചറിഞ്ഞില്ലേ. 100-ലധികം സീറ്റ് കേരളത്തിൽ കിട്ടിയപ്പോഴേക്ക് ജനാധിപത്യത്തെ തലസ്ഥാന നഗരിയിൽ കശാപ്പ് ചെയ്യാൻ ശബരിനാഥ് നേതൃത്വം കൊടുത്തു എന്നുള്ളത് കേരളത്തിലെ വിവേകമുള്ള സകല മലയാളികളും ചർച്ച ചെയ്യുക. ശബരിനാഥിനൊക്കെ ഒരു നിലവാരമുണ്ട് എന്നായിരുന്നു ഇത്രയും കാലം മലയാളികൾ കരുതിയത്. അതും ഇന്നത്തോടു കൂടി അങ്ങ് അവസാനിച്ചിരിക്കുന്നു. ഏതായാലും തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരിയിലെ VV രാജേഷിന്റെ ഭരണത്തെ, മേയറുടെ ഭരണത്തെ വിവേകമുള്ള സകല മലയാളികളും കൈയടിക്കുകയോ UDF-ന്റെ നെറുകേടിനെതിരെ പുച്ഛിച്ചു മലയാളികൾ തള്ളുകയും ഇന്ന് ചെയ്തിരിക്കുന്നു.